Welcome all. In this section we are going to discuss uniform norm and uniform convergence, that is a lemma and the Cauchy's criterion for uniform convergence and two problems. Okay, first we have a definition of a bounded function and the uniform norm of that function. Okay, ആദ്യം ബൗണ്ടഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഫൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എ ടു ആറിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ഓൺ എ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫൈ ഓഫ് എ ബൗണ്ടഡ് സബ്സെറ്റ് ആയിരിക്കണം ആറിൽ. ഓക്കെ, അതായത് നമ്മൾ കണ്ടിട്ടുള്ള ഡെഫിനേഷൻ തന്നെയാണ്. ഫൈ ഫ്രം എ ടു ആറ് ബൗണ്ടഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് സെറ്റ് ഫൈ ഓഫ് എ ആറിൽ ബൗണ്ടഡ് സബ്സെറ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി ഒരു ബൗണ്ടഡ് ഫംഗ്ഷനാണ് ഫൈ എങ്കിൽ നമുക്കവിടെ യൂണിഫോം നോം ഡിഫൈൻ ചെയ്യാം ഫൈക്ക് on A, that is defined by norm phi on A is defined by supremum of all mod phi of x where x element of A. അതായത് phi എന്ന് പറയുന്ന ഫംഗ്ഷന് എ എന്ന് പറയുന്ന ഡൊമൈനിൽ കിട്ടാവുന്ന എല്ലാ ഫംഗ്ഷൻ വാല്യൂസിൻ്റെയും മോഡുലസിൻ്റെ സുപ്രീമം വാല്യൂ ആയിട്ടാണ് നോം യൂണിഫോം നോം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് എ lemma. A sequence fn of bounded functions on capital A subset of R converges uniformly to f on A if and only if norm fn minus f tends to 0 as n tends to infinity. Okay, lemma പറയുന്നത് എഫ് എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ത് പറയാം, നോം എഫ് എൻ മൈനസ് എഫ് കൺവേർജസ് ടു 0 അല്ലെങ്കിൽ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമുക്ക് പ്രൂഫ് നോക്കാം. ആദ്യം നമ്മൾ സീക്വൻസ് എഫ് എൻ ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു ആൻഡ് സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ എ എന്നും കൂടെ അസ്യൂം ചെയ്യുന്നു. പ്രൂവ് ചെയ്യേണ്ടത് നോം എഫ് എൻ മൈനസ് എഫ് ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ്. ഓക്കെ, സോ നമുക്ക് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ യൂണിഫോം കൺവെർജൻസ് ഡെഫിനേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താണ്, ഫോർ എവറി എപ്സിലോൺ വി ക്യാൻ ഫൈൻഡ് എ കെ ഡിപ്പെൻഡിങ് ഓൺ എപ്സിലോൺ സച്ച് ദാറ്റ് മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ആൻഡ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഓരോ പോയിന്റിലും കൺവെർജൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായത്. എഫ് എൻ ഓഫ് എക്സ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്, എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതാം ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ. ഇനി എഫ് എന്നുകളൊക്കെ ബൗണ്ടഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ലിമിറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള എഫും ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് സോ എഫ് എന്നുകളും എഫും ബൗണ്ടഡ് ആയതുകൊണ്ട് എഫ് എൻ മൈനസ് എഫുകളും ബൗണ്ടഡ് ഫംഗ്ഷൻസ് ഓൺ എ ആണ് ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. സോ വി ക്യാൻ ഡിഫൈൻ we can write the uniform norm of each fn minus f on A, which is equal to supremum of all mod fn of x minus f of x for x element of A and for all n element of n. ഓക്കെ, അതായത് എഫ് എൻ മൈനസ് എഫുകളൊക്കെ ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഓരോ എന്നിനും കിട്ടുന്ന എഫ് എൻ മൈനസ് എഫുകളൊക്കെ ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് അവരുടെ എല്ലാം യൂണിഫോം നോം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ഒന്ന് കമ്പയർ ചെയ്യുക. ഇക്വേഷൻ 1ൽ എന്താ പറഞ്ഞത്, മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ആൻഡ് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ ഈ മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് തന്നെയാണ് ഇക്വേഷൻ നമ്പർ 2ലും നമുക്ക് ആ സെറ്റിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ. അതാണ് ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, norm of fn minus f is less than epsilon for all n greater than or equal to k epsilon എന്ന് എഴുതാം. കാരണം for all n greater than or equal to k epsilon മോഡ് fn of x minus f of x less than epsilon ആണ്. സോ അവരുടെ സുപ്രീമോ ലെസ് ദാൻ എപ്സിലോൺ ആണ്. ദാറ്റ് മീൻസ് നോം fn മൈനസ് എഫും ലെസ് ദാൻ എപ്സിലോൺ ആണ് എപ്പോൾ, ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എപ്സിലോണിൽ. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ്, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, നോം എഫ് എൻ മൈനസ് എഫ് ടെൻസ് ടു 0 എന്ന് എഴുതാം. സോ ദിസ് ഇസ് ദ നെസസറി പാർട്ട് ഓഫ് ദ തിയറം. കോൺവേഴ്സ്ലി നമ്മൾ അസ്യൂം ചെയ്യാണ് നോം എഫ് എൻ മൈനസ് എഫ് ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അതിൻ്റെ അർത്ഥം ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ നോം എഫ് എൻ മൈനസ് എഫ് ഈക്വൽ ടു 0 ആണെന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുകയാണ്.
So we can write for every epsilon greater than 0, there exists k epsilon element of n such that modulus of norm fn minus f minus 0 is less than epsilon for every n greater than or equal to k epsilon. Okay, that is for every epsilon greater than 0, there exists k epsilon such that norm fn minus f less than epsilon for all n greater than or equal to k epsilon. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആ നോം എഫ് എൻ മൈനസ് എഫ് എക്സ്പാൻഡ് ചെയ്യുന്നു, ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ സുപ്രീമം തന്നെ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ആ സെറ്റിലുള്ള ഓരോരുത്തരും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ആൻഡ് സോ മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ആൻഡ് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ. ഇതിൻ്റെ അർത്ഥം എന്താണ്? എയിലുള്ള ഓരോ പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എൻ ഓഫ് എക്സ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നല്ലേ. ആൻഡ് കൺവേർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കെ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ എപ്സിലോൺ ആണ്. ആൻഡ് സോ വി ക്യാൻ റൈറ്റ് the sequence fn converges to f uniformly on capital A. Okay, so this is the proof of the lemma. Next we have a theorem called Cauchy criterion for uniform convergence. The statement is, let sequence fn be a sequence of bounded functions on a subset of R, then sequence fn converges to f uniformly on A where f is a bounded function if and only if for each epsilon positive there is a natural number h epsilon such that norm fm minus fn is less than or equal to epsilon for every m comma n greater than or equal to h epsilon. Okay, so Cauchy criterion പറയുന്നത് സീക്വൻസ് എഫ് എൻ ബൗണ്ടഡ് ഫങ്ഷൻസ് ആണ്. സീക്വൻസ് എഫ് എൻ എഫ് എന്ന് പറഞ്ഞ ബൗണ്ടഡ് ഫംഗ്ഷനിലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോർ എവറി എപ്സിലോൺ ഒരു നാച്ചുറൽ നമ്പർ എച്ച് എപ്സിലോൺ എക്സിസ്റ്റ് ചെയ്യണം such that uniform norm of fm minus fn less than or equal to epsilon ആയിരിക്കണം for every n m greater than or equal to h epsilon. Okay, so this is the Cauchy criterion. Now we will see the proof. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യാണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് സീക്വൻസ് എഫ് എൻ ബൗണ്ടഡ് ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എഴുതി എന്നിട്ട് ഒരു ഭാഗം അസ്യൂം ചെയ്യുക. സപ്പോസ് സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ ക്യാപിറ്റൽ എ. അങ്ങനെയാണെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് എഴുതാം? For every epsilon there exists h epsilon depending only on epsilon such that mod fn of x minus f of x less than epsilon by 2 for every n greater than or equal to h epsilon and for every x element of a. Okay, ഇത് epsilon by 2 എന്ന് എഴുതിയത് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. let it be equation number 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് എം മൈനസ് എഫ് എമ്മിൻ്റെ നോമിനെ കുറിച്ചാണ് എഫ് എം മൈനസ് എഫ് എന്നിൻ്റെ നോമിനെ കുറിച്ചാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർ എനി എക്സ് എലമെൻറ്റ് ഓഫ് എ we choose m and n greater than or equal to h epsilon, we can write mod fm of x minus fn of x equal to അതിൻ്റെ ഇടയിൽ എഫ് ഓഫ് എക്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, മോഡുലസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ യൂസിങ് ഇക്വേഷൻ 1. കാരണം എമ്മും എന്നും നമ്മൾ എച്ച് എപ്സിലോണിൻ്റെ മുകളിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻ 1 ഇവർക്ക് രണ്ടുപേർക്കും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി ഫോർ എവരി എം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ സുപ്രീമം എടുത്തു കഴിഞ്ഞാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഓരോരുത്തരും ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ഫോർ ഈച്ച് എക്സ് എലമെൻറ്റ് ഓഫ് എക്ക് ഈ പറഞ്ഞ മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ അതിൻ്റെ സുപ്രീമം വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. സോ ദ സുപ്രീമം വാല്യൂ ഈസ് കോൾഡ് ദ യൂണിഫോം നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ എവരി എം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ. Okay, so this is the necessary part. Now conversely, suppose that the uniform norm of fm minus fn is less than or equal to epsilon for every mn greater than or equal to h epsilon. This means നമ്മുടെ ഡെഫിനിഷൻ ഏതാണ്? സുപ്രീമം ഓഫ് ഓൾ മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് എ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ എവരി എം ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ. ഡെഫിനിഷൻ എഴുതി. അപ്പോൾ സുപ്രീമം തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണെങ്കിൽ ഓരോ ആൾക്കാരും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയിരിക്കും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് വെച്ചു. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 2 എന്ന് എന്താ ശരിക്കും മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണ് എന്നുള്ളതാണ് ആറിൽ. ഓക്കെ, ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ, അതായത് ഓരോ എക്സുകൾക്കും എയിലുള്ള ഓരോ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സീക്വൻസ് എഫ് എൻ ഓഫ് എക്സുകൾ
ഓരോരുത്തരും കോഷി സീക്വൻസ് ആണ് എന്ന് മനസ്സിലായി. പക്ഷേ ആറിൽ നമുക്കറിയാം എല്ലാ കോഷി സീക്വൻസും കൺവെർജൻ്റ് ആണ്. സോ സീക്വൻസ് fn of x ഫോർ ഈച്ച് എക്സ് എലമെൻറ്റ് ഓഫ് എക്ക് കൺവെർജൻ്റ് ആണ് ടു എ റിയൽ നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കൺവെർജൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആയിട്ട് നമുക്ക് f of x ഡിഫൈൻ ചെയ്യാം. വി ഡിഫൈൻ f ഫ്രം a to r by f of x is equal to limit n tends to infinity fn of x. ഓക്കെ, fn of x കൺവെർജൻ്റ് ആണെന്ന് നമ്മൾ കണ്ടു. ആ കൺവെർജ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിട്ട് നമ്മൾ f of x സെറ്റ് ചെയ്യാണ് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. ഇനി ഓരോ fnകളും ബൗണ്ടഡ് ആണെന്ന് നമ്മുടെ കയ്യിൽ അസംഷൻ ഉണ്ട്. ആൻഡ് സോ അതിൻ്റെ ലിമിറ്റ് ഫംഗ്ഷനും ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള fnകളൊക്കെ ഇപ്പോൾ കൺവെർജൻ്റ് ആയിട്ടുള്ളത് ഒരു ബൗണ്ടഡ് ഫംഗ്ഷനിലേക്കാണ്. ഇനി എന്ത് മാത്രമേ നമുക്ക് കാണിക്കാനുള്ളൂ? fn fലേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യണമെന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ n-നെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ fn of x എവിടേക്ക് എത്തി? f of x-ലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡ് fm of x മൈനസ് f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ എവരി m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h എപ്സിലോൺ എന്ന് കിട്ടും ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് എ. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് സീക്വൻസ് fm കൺവെർജസ് ടു f യൂണിഫോംലി ഓൺ ക്യാപിറ്റൽ എ എന്നാണ് അല്ലേ? കാരണം നമ്മുടെ കയ്യിലുള്ള h ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എപ്സിലോൺ ആണ്. ആൻഡ് ദിസ് ഹാപ്പൻസ് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ. മീൻസ് സീക്വൻസ് fm കൺവെർജസ് ടു f യൂണിഫോംലി ഓൺ ക്യാപിറ്റൽ എ. പക്ഷേ നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് fm എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? സീക്വൻസ് fn തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി എഴുതാം. സോ വി ഗെറ്റ് സീക്വൻസ് fn കൺവെർജസ് ടു f യൂണിഫോംലി ഓൺ ക്യാപിറ്റൽ എ. So this is the sufficient part of the theorem. Next we have a question. Show that hn of x is equal to x raised to n into 1 minus x for x element of closed interval 0 1 converges uniformly. Okay, അപ്പോൾ ഇവിടെ നമ്മൾ ആ ലെമ്മ യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ കൺവെർജസ് യൂണിഫോംലി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നോം hn മൈനസ് h ടെൻസ് ടു 0 എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ hn of x നമ്മൾ എഴുതുന്നു. അതിൻ്റെ ലിമിറ്റ് ഫംഗ്ഷൻ ലിമിറ്റ് ഫംഗ്ഷൻ h of x എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ x raised to n into 1 minus x-ൻ്റെ ലിമിറ്റ് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1 നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പോൾ x ഈക്വൽ ടു 0 എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ എന്ത് തന്നെ കിട്ടുക? 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 0 തന്നെയാണ് വരിക. ഇനി x ഈക്വൽ ടു 1 ചെക്ക് ചെയ്താൽ നമുക്ക് വാല്യൂ 0 ആണ് വരുന്നത്. കൺവെർജസ് ടു 0 ആണ് ക്ലിയർലി. ഇനി 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഏത് x എടുത്തു കഴിഞ്ഞാലും നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ x raised to n-ൻ്റെ ലിമിറ്റ് 0ലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. സോ ക്ലോസ് ഇൻ്റർവൽ 0 1 ഓരോ പോയിൻറ്റ്സിനും ലിമിറ്റ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. സോ വി ക്യാൻ ടേക്ക് h of x is equal to 0 ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് 0 1. ഇപ്പോൾ ഇവിടെ പോയിൻ്റ് വൈസ് കൺവെർജൻസ് ഓരോ പോയിന്റിലും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എങ്ങനെയാണ് പോകുന്നത്? 0 എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പോയിൻ്റ് വൈസ് കൺവെർജൻസ് കിട്ടി. നമുക്കിവിടെ യൂണിഫോം കൺവെർജൻസ് ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി hn-ഉം കിട്ടി, h-ഉം കിട്ടി. hn-കളും h-ഉം ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണ് ഓൺ ക്ലോസ് ഇൻ്റർവൽ 0 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് നമുക്ക് യൂണിഫോം നോം എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ദ സുപ്രീമം വാല്യൂ ഓഫ് മോഡ് hn of x മൈനസ് h of x വേർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് ഓൾ x raised to n into 1 minus x വേർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ്റെ സുപ്രീമം വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് x raised to n into 1 minus x എന്ന് പറയുന്നതിന് y എന്ന് നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തു. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് തിയറമാണ് യൂസ് ചെയ്യുന്നത് ഫോർ കാൽക്കുലേറ്റിംഗ് ദ അബ്സലൂട്ട് മാക്സിമ. ഓക്കെ, സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിന് ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുകയോ അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആകുകയോ ചെയ്യുന്ന പോയിൻറ്റ്സാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഇവിടെ y ഡാഷ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടും. ഒന്ന് 0യും ഒന്ന് n/n+1. ഇനി ഈ 2 പോയിൻറ്റ്സിൽ ആരാണ് അബ്സലൂട്ട് മാക്സിമം എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം നമുക്ക് സുപ്രീമം വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ അബ്സലൂട്ട് മാക്സിമം തന്നെ വേണം. സോ നമ്മൾ y ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന സ്ഥലവും അതുപോലെ y ഡാഷ് ലെസ് ദാൻ 0 ആകുന്ന സ്ഥലവും കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് മീൻസ് y ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആവുക എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്ന പ്ലേസ്, അതുപോലെ y ഡാഷ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന പ്ലേസ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആരാണ് ആബ്സലൂട്ട് മാക്സിമം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ y ഡാഷ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് x ലെസ് ദാൻ n/n+1 എന്നുള്ളതാണ്. അതായത് n/n+1 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ താഴെയുള്ള എക്സുകൾക്കാണ് y ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 0 മുതൽ n/n+1 വരെയുള്ള ഭാഗത്താണ് നമുക്ക് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിട്ട് കാണാൻ പറ്റുക. അതുപോലെ y ഡാഷ് ലെസ് ദാൻ 0 ആയിട്ട് എവിടെയാണ് വരിക എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ n/n+1 ലെസ് ദാൻ എക്സിലാണെന്ന് മനസ്സിലാവും. ദാറ്റ് മീൻസ് n/n+1ൻ്റെ ഗ്രേറ്റർ വാല്യൂസിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഏകദേശം ഗ്രാഫ് ഇങ്ങനെയാണ് വരിക അവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് പോലെ.
ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ക്ലോസ് ലെവൽ 0 1 ആബ്സലൂട്ട് മാക്സിമം ആയിട്ട് കിട്ടുന്നത് ഏത് പോയിന്റിലാണ് നമുക്ക് കിട്ടുന്നത്? n/n+1 കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദ ആബ്സലൂട്ട് മാക്സിമം വാല്യൂ ഈസ് എന്താണ്? നമ്മുടെ ഗിവൺ ഫംഗ്ഷനിൽ ഏതാണ് നമ്മുടെ ഫംഗ്ഷൻ? x⁻n × 1 - x. ആ ഒരു ഫംഗ്ഷനിൽ എക്സിൻ്റെ പ്ലേസിൽ n/n+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് മാക്സിമം വാല്യൂ. ഓക്കെ, ഇനി ആ മാക്സിമം വാല്യൂ ആണ് ആക്ച്വലി നമ്മുടെ നോം ഓഫ് h(n - h) എന്ന് പറയുന്നത് അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1+1/n ഹോൾ റേസ്ഡ് ടു n ഇൻറ്റു 1/n+1. ഇനി ഇതിൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് സംഭവിക്കുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ നമുക്കറിയാം 1+1/n ഹോൾ റേസ്ഡ് ടു n ടെൻസ് ടു e ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് കൺവേർജസ് ടു 1/e ഇൻറ്റു ഇനി 1/n+1 പോകുന്നത് എങ്ങോട്ടാണ്? 0ലേക്കാണ്. അപ്പോൾ ദിസ് കൺവേർജസ് ടു ആക്ച്വലി 1/e ഇൻറ്റു 0 വിച്ച് ഈസ് ഈക്വൽ ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ എന്ത് കിട്ടി? നോം ഓഫ് h(n - h) ഓൺ ക്ലോസ് ലെവൽ 0 1 ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ദിസ് മീൻസ് ദാറ്റ് സീക്വൻസ് hn converges to h uniformly on capital A by the lemma. Okay. Next we have a question. Show that fn of x where fn of x is equal to nx/1 + n² x², where 0 less than or equal to x less than or equal to 1 is not converges uniformly on closed interval 0 1. ഇതും നമുക്ക് ആ ലെമ്മ വെച്ചിട്ട് തന്നെ പറയാം. നോട്ട് യൂണിഫോംലി കൺവേർജൻ്റ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ സീക്വൻസ് അല്ല, നോം fn - f ഡസ് നോട്ട് കൺവേർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതേ മോഡലിൽ തന്നെയാണ് നേരത്തെ പ്രോബ്ലത്തിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. fn of x ആദ്യം എഴുതുന്നു, ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. ലിമിറ്റ് നമുക്ക് കിട്ടുന്നത് ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ 0 ക്ലോസ്ഡ് 1 0 ആയിട്ട് കിട്ടും. ഇനി 0ൽ സ്പെഷ്യലായിട്ട് ചെക്ക് ചെയ്യണം, കാരണം ഇവിടെ 0/0 + x² എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ് 0 ആയിക്കഴിഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആവും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ 0 ക്ലോസ്ഡ് 1 എഴുതിയേക്കുന്നത്. 0ൽ സ്പെഷ്യലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എഗെയിൻ അത് കൺവേർജ് ചെയ്യുന്നത് 0ലേക്ക് തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും പോകുന്നത് ഏത് പോയിന്റിലേക്കാണ്? 0ലേക്കാണ്. സോ വി ക്യാൻ ലെറ്റ് f of x is equal to 0 for every x element of 0 1. എല്ലാ പോയിന്റിലും കൺവേർജൻസ് കിട്ടിയിട്ടുണ്ട്. സോ സീക്വൻസ് fn converges to f പോയിന്റ് വൈസ് ഓൺ ക്ലോസ് ലെവൽ 0 1 എന്ന് എഴുതാം. നമുക്ക് യൂണിഫോം അല്ല കൺവേർജൻസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി fnകളും fഉം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയത് എല്ലാം ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണ് ഓൺ ക്ലോസ് ലെവൽ 0 1. സോ വി ക്യാൻ റൈറ്റ് നോം ഓഫ് fn - f ഓൺ 0 1 വിച്ച് ഈസ് ദ സുപ്രീമം വാല്യൂ ഓഫ് nx/1 + n² x², where x element of closed interval 0 1. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ y = nx/1 + n² x² ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. സോ y' ചെക്ക് ചെയ്യണം. y' നമുക്ക് കിട്ടുന്നത് n - n³ x²/1 + n² x² ഹോൾ സ്ക്വയർ എന്നായിരിക്കും. y' 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് x = രണ്ട് വാല്യൂസ് വരും ആക്ച്വലി, +1/n ഉം -1/n വരും. പക്ഷെ നമ്മുടെ ഡൊമൈനിലുള്ളത് ആ കൂടെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് 1/n. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിട്ട് നമുക്ക് ആ കൂടെ കയ്യിൽ കിട്ടിയത് 1/n ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ y' > 0 ആവുന്ന പോയിൻറ്റും y' > 0 ആവുന്ന പ്ലേസും y' <0 ആവുന്ന പ്ലേസും ഇതുപോലെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് x < 1/n y' > 0 ആണ്. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്, ആൻഡ് x > 1/n ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. അപ്പോൾ x = 1/n ആബ്സലൂട്ട് മാക്സിമം കിട്ടിയിട്ടുള്ളത്. സോ ആൻഡ് ദ മാക്സിമം വാല്യൂ ഈസ് നമ്മുടെ ഫംഗ്ഷനിൽ ഇതിൽ nx/1 + n² x² എക്സിൻ്റെ സ്ഥാനത്ത് 1/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മാക്സിമം വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 1/2. സോ ദിസ് ഈസ് ദ സുപ്രീമം വാല്യൂ, മീൻസ് ദിസ് ഈസ് ദ നോം ഓഫ് fn - f ഓൺ 0 1. ഓക്കെ, ബട്ട് ദിസ് ഈസ് വെരി ക്ലിയർ, this does not converges to 0 as n tends to infinity. So we can say using the lemma that fn does not converges to f uniformly on closed interval 0 1. Thank you.